ഹായ് ഓൾ, നിങ്ങൾ കോളേജ് പിള്ളേരുടെ ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടോ? കിടിലനായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കിടിലൻ ഫാഷൻ ഷോയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചെന്നൈയിലുള്ള SRM യൂണിവേഴ്സിറ്റിയുടെ മിലൻ 25 ജഡ്ജായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചെന്നൈയിലെത്തി. അപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബിൽ. മിസ്റ്റർ ചെന്നൈ 2021 വിന്നർ ആയതിനു ശേഷം ചെന്നൈയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് സ്ഥലമാണ്. അത് നമ്മളിത് വെന്യൂവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. അവർ സ്റ്റുഡൻസ് തന്നെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ നിന്നുള്ള വ്യൂ. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഓഡിറ്റോറിയം ആയിരുന്നു. 3 ദിവസത്തെ ഗംഭീര പരിപാടിയായിരുന്നു. അവസാന ദിവസമാണ് ഫാഷൻ ഷോ വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ആര്യഭവനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മസാല ദോശയും ഉപ്പുമാവും കേസരിയും വടയൊക്കെ ആയിട്ടുള്ള ഇഡ്ഡലിയും ആയിട്ടുള്ള ഒരു കിടിലൻ കോമ്പോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എസ്പെഷ്യലി അതിന് കേസരി, അതിൻ്റെ കൂടെ വാട്ടർമെലൺ ജ്യൂസും ഉണ്ടായിരുന്നു. സ്വീറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ കേസരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നി. പിന്നെ കണ്ടോ ഈ ഷെൽഫ് ഉണ്ടോ, ഇതേപോലെ ഷെൽഫാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ട്രോഫീസ് എല്ലാം വയ്ക്കാം. പക്ഷേ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ. കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലെ ഷെൽഫ് ഓർമ്മ വന്നു. എൻ്റെ കോസ്റ്റ്യൂം പതിവ് പോലെ തന്നെ മോജോ വെഡിങ് റൂം തിരൂരിൽ നിന്നാണ്. അപ്പോൾ ഈ ബ്ലേസറും ഇതിൻ്റെ പാൻറ്റ് ഭയങ്കര ഹൈലൈറ്റ് ആണ്, പക്ഷേ വീഡിയോയിൽ വരുന്നില്ല. എൻ്റെ കോ-ജഡ്ജ് എന്ന് പറയുന്നത് ധന്യ പ്രഭാകർ ആയിരുന്നു. മിസ് ഫേസ് തമിഴ്നാടും ഒക്കെ വിൻ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരെ എത്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെന്യൂവിലെത്തി. എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ ആയിരുന്നു. അതായത് പെയറായിട്ട് മത്സരിക്കും. അതിൽ ബെസ്റ്റ് മെയിൽ ഫീമെയിൽ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിൽ നല്ല മത്സരം തന്നെയായിരുന്നു. അധികം കുട്ടികളൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിക്കേഷനൊക്കെ അറിയാൻ വേണ്ടി അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ആങ്കേഴ്സ് ഇട്ടോ. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ കട്ടയ്ക്ക് മത്സരമായിരുന്നു. പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നുള്ളൊരു തീമിനെ ഇലാബറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില ഫാഷൻ ടീംസിൻ്റെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്ത ചില ടീംസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കോൺസെപ്റ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ട്, അതായത് സ്ഥിരം നമ്മളൊരു കോളേജിൽ ഇറക്കുന്ന അതേ ടീമിനെ തന്നെ അതേ കോസ്റ്റ്യൂമിൽ ഇറക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണിത്. നമ്മളെപ്പോഴും കോളേജ് ഇവൻറ്റിൽ മത്സരിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കൊറിയോഗ്രാഫി ഫോളോ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ചില മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഓരോ ടീമിനോടും നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ചും അവർ തീം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. ആ ടീമിൽ ഒരു മെമ്പറാണ് അതിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചില ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ച് പറയാതിരിക്കുകയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഷോ ആയിരുന്നു. അതിനുശേഷം നമ്മൾ വിന്നേഴ്സിനൊക്കെ ഡിക്ലെയർ ചെയ്തു. നമുക്ക് മൊമെൻറ്റോസും അതേപോലെ തന്നെ റെമ്യൂണറേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രിയായി. നമ്മൾ അതിനുശേഷം അവർ തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവിടെ ചെന്നൈയിൽ താമസിച്ചതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് ബൈ പറഞ്ഞത്. അപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ മാത്രമാണ് നമുക്ക് ട്രെയിൻ ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുക. കാരണം ഇതൊരു സ്റ്റോപ്പ് ആവുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.